ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും സ്നേഹമുള്ളതായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, വേഗം വരുന്നതായ കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. സ്നേഹത്തോടും താല്പര്യത്തോടും കൂടെ വചനത്തിൻ്റെ മുമ്പിലാണ് ദൈവമക്കളിരിക്കുന്നത്. കേൾക്കുന്ന വചനം ഹൃദയത്തിൽ പതിയാനും തത്വാര ഹൃദയത്തിൻ്റെ ഒരു മാറ്റമുണ്ടാകുവാനുമാണ് ശരിക്കും ദൈവവചനത്തിനായി നാം നിൽക്കുന്നത്. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കപ്പെടുമ്പോൾ ജീവിതം പാടെ മാറ്റിമറിയപ്പെടുകയാണ്. തെക്കോട്ടൊഴുകുന്ന പുഴ വടക്കോട്ടൊഴുകുന്നത് പോലെയാണ്. ദൈവവചനം കേൾക്കുന്ന ഒരാൾക്ക് വ്യത്യാസം ഉണ്ടാകും. ദൈവവചനം കേൾക്കുന്ന ആളുടെ ജീവിതം തന്നെ സന്തോഷപ്രദമായി തീരും. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം പകൽക്കാലം ഒക്കെ കർത്താവിൻ്റെ വചനത്തിൻ്റെ വലയത്തിലേക്ക് നമുക്ക് ഹൃദയത്തെ കൊടുക്കാം. മനുഷ്യൻ്റെ ശബ്ദമല്ല, ദൈവത്തിൻ്റെ വചനം എന്നോട് കേൾക്കണം. പഴയ കാലഘട്ടത്തിൽ ഈ ഗ്രാമഫോൺ അഥവാ പാട്ട് പാടുന്നതായിരിക്കുന്ന റെക്കോർഡ്, അതിൻ്റെ താഴെ ഒരു പട്ടിയുടെ പടമുണ്ട്. പട്ടി ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക, മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് എഴുതി വെച്ചിരിക്കുക അതിൻ്റെ താഴെ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ്. തൻ്റെ യജമാനൻ്റെ ശബ്ദം കേൾക്കാൻ ശ്രദ്ധയോടിരിക്കുന്ന നായ്ക്കുട്ടിയെ പോലെ നമ്മുടെ കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ, യജമാനൻ്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം. അവൻ്റെ ശബ്ദം വളരെ വലുതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, തുടർച്ചയായിരിക്കുന്ന ഒരു ക്ലാസ് പോലെയായിരിക്കും ഈ ദിവസങ്ങളിലുള്ള ശുശ്രൂഷ എന്ന് ഞാൻ ദൈവമക്കളെ അറിയിച്ചിട്ടുണ്ട്. മോശമായ പെരുമാറ്റം നടത്തുന്ന വ്യക്തികൾ പരാജയപ്പെടുകയാണ്. മറ്റൊരാളോട് അവരിനോട് നന്നായി പെരുമാറാൻ സാധിക്കാത്തവർക്കൊക്കെ അവസാനം നിരാശ അനുഭവിക്കേണ്ടി വരികയാണ്. പരാജയം ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. പിന്നെ മാനസാന്തരപ്പെട്ട് ദൈവത്തോട് മാപ്പ് പറഞ്ഞ് ക്ഷമ പറയുമ്പോഴാണ് അവരെല്ലാം ഉയർന്നു വന്നിട്ടുള്ളത്. ഓർക്കുക, ആരോടെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും ദോഷമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വിനയത്തോടെ പറയുന്നു, ക്ഷമ ചോദിക്കുക, ദൈവത്തോട് മാപ്പ് ചോദിക്കുക. തെറ്റിപ്പോയി, ഞാൻ എന്നോട് ക്ഷമിക്കണം, പ്രതീക്ഷിക്കാത്ത അപകടം പറ്റിപ്പോയി, നാക്കിനും വാക്കിനും നിയന്ത്രണം തെറ്റിപ്പോയി, മനസ്സിൽ ദോഷം വിചാരിച്ചു, മറ്റൊരുത്തിൻ്റെ അധപ്പതനം കൊതിച്ചു, അറിയാവുന്ന തെറ്റുകളൊക്കെ ചെയ്തു പോയി, എൻ്റെ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. രണ്ട് വ്യക്തികളെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം പറയിപ്പിച്ചു. ഒന്ന്, യാക്കോബ് ഏശാവിനോട് മോശമായി പെരുമാറി, യാക്കോബിന് പരാജയം ഏറ്റെടുക്കേണ്ട വന്നു. യൗസേപ്പിൻ്റെ സഹോദരന്മാർ യൗസേപ്പിനോട് മോശമായി പെരുമാറി, യൗസേപ്പിൻ്റെ സഹോദരന്മാർക്ക് ദുഃഖിക്കേണ്ട വന്നു. യൗസേപ്പിൻ്റെ അരികിൽ ചെന്ന് ഭക്ഷണം വാങ്ങിക്കേണ്ട വന്നു. ഇന്നത്തെ മൂന്നാമത്തെ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണ്. ശൗൽ ദാവീദിനോട് മോശമായി പെരുമാറി. 1 ശമൂവേൽ 24 അധ്യായത്തിൽ ആ വാക്യങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണ്. ശൗൽ ദാവീദിനോട് വളരെ മോശമായി പെരുമാറി. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. മോശമായി പെരുമാറുന്ന ഒരവസ്ഥാവിശേഷത്തിൽ ഏറ്റുവാങ്ങേണ്ട ദുരന്തത്തെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ചിന്തിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലും പലപ്പോഴും പ്രതീക്ഷിക്കാത്ത തിന്മ, നന്മ പ്രതീക്ഷിച്ചെങ്കിലും തിന്മയായി തീരാറുണ്ട്. വ്യക്തിബന്ധങ്ങൾ ഞങ്ങൾക്ക് അകലമായി നിൽക്കാറുണ്ട്. ഞങ്ങളുടെ പെരുമാറ്റങ്ങൾ മോശമായി പര്യവസാനിക്കാറുണ്ട്. നാഥ, ഈ ശുശ്രൂഷ കഴിയുമ്പോൾ, ഈ വചന കേൾവി കഴിയുമ്പോൾ ക്ഷമ ചോദിക്കാനും തിരുത്താനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ശൗൽ ദാവീദിനോട് മോശമായി പെരുമാറി. സത്യത്തിൽ ശൗലിന് ദാവീദ് ഒരു ദോഷവും ചെയ്തിട്ടില്ല. ദാവീദ് ഒരിക്കൽ ഗോലിയാത്തിൻ്റെ മുമ്പിൽ ചെന്ന് ഗോലിയാത്തിനെ വകവരുത്തി. യഥാർത്ഥത്തിൽ ദാവീദിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ദാവീദ് ഗോലിയാത്തിനെ ആരുമായി കണ്ടില്ല.
മറ്റു പട്ടാളക്കാർക്കെല്ലാം ഗോലിയാത്തിന് ഭയമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ മറ്റുള്ള പട്ടാളക്കാർ ഗോലിയാത്തിൻ്റെ പൊക്കം, ഗോലിയാത്തിൻ്റെ വണ്ണം, ഗോലിയാത്തിൻ്റെ ആയുധ പരിശീലനം, അവൻ്റെ മെയ്വഴക്കം, അവൻ്റെ ശരീരപ്രകൃതി കണ്ട് ഇവരെല്ലാം ഭയപ്പെട്ടു പോയി, പേടിച്ചു പോയി. എന്നാൽ ദാവീദ് കൊച്ചു ചെറുക്കനാണ്, ശരീരത്തിൽ വണ്ണം കുറവാണ്, പൊക്കം കുറവാണ്, പ്രായവുമില്ല. പക്ഷേ ഗോലിയാത്തിനെ അവൻ ഭയപ്പെട്ടില്ല. അവൻ ഗോലിയാത്തിനെ വകവരുത്തി. എന്താ വ്യത്യാസം? മറ്റുള്ള പടയാളികൾ ഗോലിയാത്തിനെ തങ്ങളുമായി താരതമ്യ പഠനം നടത്തി. എന്നേക്കാൾ വലിയവനാണ് ഗോലിയാത്ത്, എന്നേക്കാൾ ശക്തനാണ് ഗോലിയാത്ത്, എന്നേക്കാൾ കേമനാണ് ഗോലിയാത്ത് എന്ന് മറ്റു പടയാളികൾ ആ ഗോലിയാത്തിനെ തങ്ങളുമായി ഒപ്പം വെച്ചു. എന്നാൽ ദാവീദോ ഗോലിയാത്തിനെ ദൈവത്തോടൊപ്പം വെച്ചു. നോക്കിയപ്പോൾ ദൈവത്തെക്കാൾ വളരെ ചെറുതാണ് ഗോലിയാത്ത്, ദൈവത്തെക്കാൾ ഒത്തിരി താഴെയാണ് ഗോലിയാത്ത്. വളരെ സിമ്പിളായി, വളരെ ലളിതമായി, നിസ്സാരമായി ഗോലിയാത്തിനെ തോൽപ്പിക്കാമെന്ന് ദാവീദ് മനസ്സിലാക്കി. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, സ്നേഹമുള്ള ദൈവമക്കളെ, ആ ഗോലിയാത്തിനെ ദാവീദ് വകവരുത്തി. അവിടെ നിന്ന സ്ത്രീകൾ ഒരു പാട്ടുപാടി. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. അന്ന് മുതൽ തുടങ്ങിയതാണ് ശൗലിന് മോശമായ പെരുമാറ്റം ദാവീദിനോട്. താൻ ചെയ്യാത്ത കുറ്റം, താൻ അറിയാത്ത കുറ്റം, താൻ ഒരു ദോഷവും ചെയ്യാതിരിക്കെ വെറുതെ ഒരു വെറുപ്പ് ശൗലിന് ദാവീദിനോട്. ദൈവമക്കൾ ഓർത്തോണം, നമ്മളറിയാത്ത കുറ്റത്തിന്, നമ്മൾ മനസ്സിലാക്കാത്ത കുറ്റത്തിന്, നാം ചെയ്യാത്ത തെറ്റിന് പലപ്പോഴും നാം ശിക്ഷ അനുഭവിക്കേണ്ടി വരാറുണ്ട്. പലപ്പോഴും നാം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരാറുണ്ട്, കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരാറുണ്ട്. ധൈര്യമായിട്ടിരിക്കണം. ദൈവം നിന്നോട് കൂടെയുണ്ട്, ദൈവത്തിൻ്റെ കൃപ നിന്നോട് കൂടെയുണ്ട്. ആകാശവും ഭൂമിയും നഷ്ടപ്പെട്ടാലും ദൈവത്തിൻ്റെ വചനം നഷ്ടപ്പെടുകയില്ല. അവൻ എനിക്ക് മുമ്പിലുണ്ട്, അവൻ എനിക്ക് പിമ്പിലുണ്ട്, അവനെനിക്ക് തുണയാണ്. രാത്രിയിൽ ചന്ദ്രൻ എൻ്റെ നേരെ നോക്കില്ല, പകൽ സൂര്യൻ എൻ്റെ അടുക്കൽ വരില്ല, ഉച്ചയിലൂത്തുന്ന കാറ്റ് എന്നെ ബാധിക്കില്ല. ദൈവവേദലിൻ്റെ മനസ്സിലെപ്പോഴും ധൈര്യമുണ്ടായിരിക്കണം. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അതാണ് പൗലോസ്. പലപ്പോഴും നമുക്ക് വിശ്വാസമുണ്ടെങ്കിലും ധൈര്യമില്ല. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. പ്രയാലേഖനത്തിൽ പറയുകയാണ്, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദാവീദ് ഉറച്ചു നിന്നു. പക്ഷെ ശൗലിന് മോശമായ പെരുമാറ്റമാണ്. കൊല്ലണം ദാവീദിനെ, വകവരുത്തണം ദാവീദിനെ, ഇല്ലാതാക്കണം ദാവീദിനെ, ഏതെങ്കിലും വിധത്തിൽ പരാജയപ്പെടുത്തണം. മോശമായ പെരുമാറ്റം അന്വേഷിച്ച് നടന്നു. കൊല്ലണം എങ്ങനെയെങ്കിലും, പരാജയപ്പെടുത്തണം എങ്ങനെയെങ്കിലും. രണ്ടുപേരും കൂടെ ബൈബിൾ അറിയാം. ശമൂവേലിൻ്റെ പുസ്തകത്തിലുണ്ട്, രണ്ടുപേരും എങ്കേദി എന്നൊരു ഗുഹയിൽ ചെന്ന് പെട്ടു. എങ്കേദി വീതി വിസ്തൃതമായൊരു ഗുഹയാണ്. ഒരു ഭാഗത്ത് ദാവീദ് ഇരുട്ടിൻ്റെ മധ്യത്തിൽ കിടന്നുറങ്ങി, മറുഭാഗത്ത് ദാവീദിനെ കൊല്ലാൻ തയ്യാറായി നിൽക്കുന്ന, ദാവീദിനെ അന്വേഷിക്കുന്ന, ദാവീദിനോട് മോശമായി പെരുമാറുന്ന, ദാവീദിനെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ശൗൽ മറുഭാഗത്തുറങ്ങി. ദാവീദ് ഉറക്കം പെട്ടെന്ന് തെളിഞ്ഞു. ഇറങ്ങി വരുമ്പോൾ തന്നെ അന്വേഷിക്കുന്ന, തന്നോട് മോശമായി പെരുമാറുന്ന, തന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന, തൻ്റെ ജീവനെ അപഹരിക്കാൻ ശ്രമിക്കുന്ന, തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന മോശമായ പെരുമാറ്റത്തിൻ്റെ ഉടമയായ ശൗൽ കിടക്കുന്നു, അവിടെ ഉറങ്ങുന്നു. ഗാഢനിദ്ര. വേണമെങ്കിൽ കൊല്ലാം, വേണമെങ്കിൽ ഒരു വെട്ടുവെട്ടാം, ഒരു ക്ഷണം കൊണ്ട് അവസാനിപ്പിക്കാം. പക്ഷേ ദാവീദ് മോശമായി പെരുമാറിയില്ല. സാഹചര്യം കിട്ടുമ്പോൾ ദൈവമക്കൾ ആൾ മാറരുത്. നീ ആരാണെന്ന് നിനക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. എപ്പോഴും നീ നിന്നെ തന്നെ ഓർത്ത് മനസ്സിലാക്കണം.
ഞാൻ അഭിഷിക്തൻ്റെ മേൽ കൈവയ്ക്കില്ല. ഇത് ദാവീദിൻ്റെ ദർശനമാണ്, അവൻ്റെ കാഴ്ചപ്പാടാണ്. ഞാൻ ആരാണെന്ന് അറിയണം. ദൈവമക്കളെ, കൂട്ടുകാർ കൂടി പലതിനും നിർബന്ധിക്കും. മദ്യം കഴിക്കാൻ, പുകവലിക്കാൻ, വേറെ പലതിനും മോഷണം നടത്താൻ കൂട്ടുകാർ തന്നെ നിർബന്ധിച്ചേക്കാം. പക്ഷേ നീ ഓർക്കുക, ആര് തന്നെ ചുറ്റും നിന്നാലും എന്നെ പ്രതി മാണിക്ക് ഞാൻ വെടിയുകയില്ല. എൻ്റെ യേശുവിനെ ഞാൻ തള്ളുകയില്ല. അവനെ ഞാൻ ഉപേക്ഷിക്കില്ല. അവനെനിക്കെല്ലാമാണ്. ഇത് തൽക്കാലമാണ്. ഇത് നിമിഷം കൊണ്ട് തീരുന്നതാണ്. ഇത് വെള്ളത്തിലെ കുമിളയാണ്. ഇതിൽ നിലനിൽപ്പില്ല. ഈ സത്യം അറിഞ്ഞിരിക്കണം. പെട്ടെന്നുണ്ടാകുന്ന വികാരത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കേണ്ടുന്നവൻ്റെ പേര് ദൈവവൈതലെന്നല്ല. കർത്താവിൻ്റെ വചനം വിശ്വസിക്കുന്നവൻ പ്രലോഭനങ്ങൾ അടിമപ്പെട്ടു പോകരുത്. സുന്ദരനായിരിക്കുന്ന യൗസേപ്പ് പൊത്തിഫേറിൻ്റെ ഭാര്യയുടെ മുമ്പിൽ ചെന്ന് പെട്ടുപോയി. അവളെ ഒത്തിരി നിർബന്ധിച്ചു പാപം ചെയ്യാൻ, പ്രലോഭനം കൊടുത്തു പാപം ചെയ്യാൻ, ഒത്തിരി പുറകെ നടന്ന് പാപം ചെയ്യാൻ. പക്ഷേ യൗസേപ്പിനറിയാം താൻ ആരാണെന്ന്, താൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് യൗസേപ്പിനറിയാം. താനൊരു ദൈവവൈതലാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. താൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനാണ്. താൻ പൊട്ടക്കിണറ്റിൽ നിന്നും ദൈവം രക്ഷിച്ചു കൊണ്ടുവന്ന് ആക്കിയതാണ്. അർഹതയില്ലാത്തടത്ത് ദൈവം നിർത്തിയിരിക്കുന്നതാണ്. രാജകൊട്ടാരം കണി കാണാത്തവനാണ്. പക്ഷേ രാജകൊട്ടാരത്തിൽ ആക്കി വച്ചിരിക്കുകയാണ്. എൻ്റെ സ്വർഗത്തിലെ ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ചെയ്യുകയില്ല, ഞാൻ തെറ്റ് ഞാൻ ചെയ്യുകയില്ല. പൊത്തിഫേറിൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഈ കൊട്ടാരത്തിൽ, ഈ ഭവനത്തിൽ, ഈ നാട്ടിൽ, ഈ വീട്ടിൽ നിന്നെ ഒഴികെ ബാക്കി എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിന്നെ മാത്രം തൊടാൻ എനിക്ക് അവകാശമില്ല. എന്നെ ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ ആരാണെന്ന് എനിക്കറിയാം. എൻ്റെ യജമാനൻ ആരാണെന്ന് എനിക്കറിയാം. അവൻ ഏൽപ്പിച്ചത് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ തൊടുകയില്ല. പ്രൈസ് ദ ലോർഡ്. ഓടിപ്പോയി. ഒരു ദൈവവേദന മനസ്സിലാക്കണം. മദ്യം കാണുമ്പോൾ, മയക്കുമരുന്ന് കാണുമ്പോൾ, വേണ്ടാത്ത കാഴ്ചകൾ കാണുമ്പോൾ, കൂട്ടുകാരുടെ പ്രലോഭനങ്ങൾ കാണുമ്പോൾ, സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാകുമെന്ന് വിചാരിക്കുമ്പോൾ മനുഷ്യൻ ഓർക്കുക, ദൈവമക്കൾ ഓർക്കുക, നീ ആരാണ്? നിന്നെ ദൈവം എന്താണ് ഏൽപ്പിച്ചത്? ദൈവം നിന്നെ എവിടെയാണ് ആക്കി വെച്ചത്? നിനക്കെന്താ ദൈവത്തോടുള്ള ബന്ധം? നിന്നോട് ദൈവം തന്നിട്ടുള്ള കൽപ്പന എന്താ? ഓർക്കുക, മനസ്സിലാക്കണം, ശരിക്കും ചിന്തിക്കണം. ദൈവമക്കൾ, ദാവീദ് ഒന്നും ചെയ്തില്ല. ശൗലിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു വിളമ്പ്, ഒരു തുമ്പ്, ഒരു കഷ്ണം മുറിച്ചെടുത്തു. പോയി പകലായി ദാവീദിനനുസരിച്ച് വീണ്ടും ശൗൽ കണ്ടു, ഏറ്റുമുട്ടി. ദാവീദിനോട് മോശമായി ശൗൽ പെരുമാറി. കൊല്ലാൻ നിശ്ചയിക്കുകയാണ്, പരാജയപ്പെടുത്താൻ നിശ്ചയിക്കുകയാണ്, ഉന്മൂലനാശത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. നീതിമാനായ മനുഷ്യനോട്, ഒരു അപകടവും ചെയ്യാത്ത മനുഷ്യൻ, സത്യസന്ധനായ മനുഷ്യൻ. പക്ഷേ ആ സമയത്ത് ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്. ശൗലേ, നീ എന്തിനാണ് എന്നെ കൊല്ലാൻ നോക്കുന്നത്? നീ എന്തിനാണ് എന്നോട് മോശമായി പെരുമാറുന്നത്? ഞാൻ നിനക്ക് വല്ല ദോഷവും ചെയ്തോ? ഞാൻ നിന്നോട് എന്തെങ്കിലും ദോഷമായി പെരുമാറിയിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും അപകടം നിന്നോട് കാണിച്ചിട്ടുണ്ടോ? നിന്നെ എന്തെങ്കിലും ഞാൻ അപകരിച്ചെടുത്തിട്ടുണ്ടോ? നിന്നെ ഞാൻ ഏതെങ്കിലും വിധത്തിൽ വകവരുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. വേണമെങ്കിൽ പണ്ടേ നിന്നെ എനിക്ക് വകവരുത്താമായിരുന്നു. പക്ഷെ നീയും ഞാനും വ്യത്യാസമാണ്. നീ കാണുന്ന ദൈവത്തെയല്ല ഞാൻ കാണുന്നത്. നീ വായിക്കുന്ന വചനമല്ല ഞാൻ വായിക്കുന്നത്. നീ വിശ്വസിക്കുന്ന ദൈവമല്ല എൻ്റെ ദൈവം. നമ്മൾ തമ്മിൽ വ്യത്യാസമുണ്ട്. എനിക്ക് എൻ്റെ ദൈവത്തെ മറികടന്നൊന്നും ചെയ്യാൻ പറ്റുകയില്ല. എൻ്റെ മുമ്പിൽ നിൽക്കുന്നു, കഴുതയുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ദൂതൻ വാളായിട്ട് നിൽക്കുന്നു. ബിലിയാമേ, എനിക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. നീ എന്നെ അടിച്ചാലും കൊന്നാലും എൻ്റെ മുമ്പിൽ ഒരു ദൈവദൂതൻ നിൽക്കുന്നുണ്ട്. അവനെ ഉപേക്ഷിച്ചിട്ട്, അവനെ മറികടന്നിട്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല. കൊന്നോ എന്നെ, തല്ലിക്കോ എന്നെ, ഉപദ്രവിച്ചോ എന്നെ, എങ്കിലും ഈ ദൈവത്തിൻ്റെ വചനം മറികടക്കാൻ എനിക്ക് സാധ്യമല്ല. ദൈവവചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ എനിക്ക് അനുവാദമില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശൗൽ ചോദിച്ചു ദാവീദിനോട്, നീ ഇത്ര നല്ല മനുഷ്യനായിരുന്നോ? ഞാൻ എന്ത് മോശമായിട്ടാണ് നിന്നോട് പെരുമാറിയത്? ദാവീദ് പറഞ്ഞു, നിന്നെ വേണമെങ്കിൽ എനിക്ക് കൊല്ലാമായിരുന്നു. നിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു തുമ്പ് എൻ്റെ കയ്യിലുണ്ട്, നോക്കുക. കാണിച്ചു കൊടുത്തു. ഞാൻ നിന്നോട് മോശമായി പെരുമാറാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിനക്ക് ദോഷമായി ചിന്തിക്കാൻ പോലും ആഗ്രഹിച്ചിട്ടില്ല. മോശമായി പെരുമാറുന്ന എൻ്റെ ചിന്തയല്ല.
അതെൻ്റെ പതിവല്ല, അതെനിക്ക് പതിവുമില്ല, എന്നെ അത് ബാധിക്കുന്നില്ല. ദാവീദ് ശൗലിനോട്, ഞാൻ നിന്നോട് മോശമായി പെരുമാറുന്നില്ല, നീ ഒരു അഭിഷിക്തനാണെന്ന് എനിക്കറിയാം. അപ്പോഴാണ് സത്യത്തിൽ ശൗൽ കരയാൻ തുടങ്ങിയത്. എൻ്റെ മകനെ, എൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സ്നേഹിത, നീ ഇത്ര നല്ലവനായിരുന്നോ? ഞാൻ നിന്നോട് മോശമായി പെരുമാറിയല്ലോ, പക്ഷേ നീ എന്നോട് അനുഗ്രഹമായിട്ട് പെരുമാറി. ഞാൻ നിന്നോട് വഷളത്വം കാണിച്ചു, ഞാൻ നിന്നോട് ദോഷം കാണിച്ചു. മോശമായ എൻ്റെ പെരുമാറ്റം എന്നെ വേദനിപ്പിക്കുന്നു. വേദപുസ്തകം പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട സ്നേഹമുള്ള ദൈവമക്കളെ, ഈ ശൗൽ ദാവീദിനോട് മോശമായി പെരുമാറിയതുകൊണ്ട് ആരനുഭവിച്ചു ശിക്ഷ? ശൗൽ തന്നെ അനുഭവിച്ചു. ശൗൽ തോറ്റുപോകുന്നു യുദ്ധക്കളത്തിൽ, മരണം അടയുന്ന യുദ്ധക്കളത്തിൽ. എല്ലാം കൊണ്ടും ശൗൽ പരാജയപ്പെടുന്നു. മോശമായി പെരുമാറരുത്, പരാജയം നിന്നെ തേടിയെത്തും. മോശമായി അവഹേളിക്കരുത് ആരെയും, പരാജയം നിന്നോട് ചേർന്ന് നിൽക്കേണ്ടി വരും. ശൗൽ മരിച്ചു. ശൗലിൻ്റെ മകൻ യോനാഥാനും മരിച്ചു. ദാവീദ് രാജഭരണം ഏറ്റെടുത്തപ്പോൾ ഒറ്റ ചോദ്യം, ദാവീദിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഞാൻ ശൗലിൻ്റെ കുടുംബത്തിൽ യോനാഥാൻ്റെ നിമിത്തം ദയവ് കാണിക്കേണ്ടതിനായി ആരെങ്കിലും ഉണ്ടോ? ദാവീദിൻ്റെ രീതി എത്ര അപകാമ്യം! വേണമെങ്കിൽ ദാവീദിന് ശൗലിനോട് വളരെ മോശമായി പെരുമാറാമായിരുന്നു. ദാവീദിൻ്റെ ആ ശൈലി, ദാവീദിൻ്റെ ജീവിതചര്യ, ദാവീദിൻ്റെ മനസ്സാക്ഷി, ശൗൽ എങ്ങനെയൊക്കെ പെരുമാറി, ശൗലിൻ്റെ പെരുമാറ്റം എത്ര നല്ലതായിരുന്നു നമുക്കറിയാം. ശൗൽ ഏതെല്ലാം വിധത്തിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചു ദാവീദിനെ നമുക്കറിയാം. അതിനെല്ലാം ബദലായിട്ട് ദാവീദ് ഒന്നും പ്രവർത്തിച്ചില്ല. ശൗൽ മോശമായി പെരുമാറി, ശൗൽ വഷളായി പെരുമാറി, ശൗൽ ധിക്കാരത്തോടെ പെരുമാറി, ശൗൽ ചതിയായി പെരുമാറി. പക്ഷേ ദാവീദോ? ശൗൽ മരിച്ചുപോയി. ശൗലിൻ്റെ മകൻ യോനാഥാൻ മരിച്ചു. രാജ്യഭരണം ഏറ്റെടുത്തപ്പോൾ ആദ്യത്തെ ചോദ്യം, ഞാൻ ശൗലിൻ്റെ കുടുംബത്തിൽ യോനാഥാൻ്റെ നിമിത്തം ദയവ് കാണിക്കേണ്ടതിനായി ആരെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം. ഉത്തരം അവിടെ ഉണ്ട്. തിരുമേനി, ഒരാളുണ്ട്. ആരാണത്? 5 വയസ്സുകാരൻ മെഫീബോശെത്ത്. അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. മെഫീബോശെത്തിനെ കൊണ്ടുവരുന്നു. ഭയന്ന് വിറച്ച്, ആലില പോലെ, വല്ലിക്കുഞ്ഞു പോലെ കിലിയില വിറച്ചാണ് മെഫീബോശെത്ത് ദാവീദിൻ്റെ കൊട്ടാരത്തിലേക്ക് വരുന്നത്. കാരണം അപ്പനെ കൊന്നവൻ, അപ്പൻ്റെ അപ്പനെയും കൊന്നവൻ. കുഞ്ഞിനെ അതല്ലേ അറിയാവുള്ളൂ. യുദ്ധക്കളത്തിൽ നിന്ന് ഭീകരമായ വർത്തമാനം കിട്ടിയപ്പോൾ അവൻ്റെ ധാത്രി അവനെ എടുത്തുകൊണ്ട് ഓടിയപ്പോൾ ബന്ധപ്പെട്ടോടുകയാൽ അവളുടെ കയ്യിൽ നിന്നും താഴെ ചാടി കൈകാലുകൾ ഒടിഞ്ഞ് തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് ശിക്ഷിക്കപ്പെട്ട് ഇളം പ്രായത്തിൽ തന്നെ അംഗഹീനനായി വിഹീനനായി ദുഃഖത്തോടിരിക്കുന്ന കുഞ്ഞ് ദാവീദ് ആളയച്ചെന്ന് കേട്ടപ്പോൾ എന്തൊരു ദുഃഖമായിരുന്നു ഉള്ളിൽ, എന്തൊരു ഭയമായിരുന്നു ഉള്ളിൽ. തന്നെ നശിപ്പിക്കും, തന്നെ ഇല്ലാതാക്കും. പേടിച്ചരണ്ടാണ് മെഫീബോശെത്ത് ദാവീദിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. എന്നാൽ ദാവീദ് എത്ര നല്ല പെരുമാറ്റം, ദാവീദ് എത്ര അനുഗ്രഹിക്കപ്പെട്ട പെരുമാറ്റം ചെയ്തു. ദാവീദിൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു നല്ല പെരുമാറ്റം ഉണ്ടായെന്ന് സംശയമുണ്ട്. അതുപോലൊരു അനുഗ്രഹിക്കപ്പെട്ട പെരുമാറ്റം, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ശബ്ദമാണ് ദാവീദിൻ്റെ. കൊട്ടാരത്തിൻ്റെ മുമ്പിൽ സിംഹാസനത്തിലിരിക്കുന്ന ദാവീദിൻ്റെ മുമ്പിലേക്ക് ആലില പോലെ വിറയ്ക്കുന്ന, പേടിച്ചരണ്ട് കിടക്കുന്ന, തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് ബലഹീനത സംഭവിച്ച, മുടന്തനായി തീർന്ന, കൈകാലുകൾ ഒടിഞ്ഞ മെഫീബോശെത്ത് ഒരു ചത്ത നായ പോലെ വീണ് കിടന്നിട്ട് ദാവീദിനോട് പറയുന്നൊരു വാക്കുണ്ട്, തിരുമേനി എന്നോട് ക്ഷമിക്കണം, എന്നെ ഉപദ്രവിക്കരുത്, എന്നെ ഒന്നും ചെയ്യരുത്, ഞാനൊരു ചത്ത നായ പോലെ കിടക്കുന്നു. 5 വയസ്സുള്ളൊരു കൊച്ചിൻ്റെ വിലാപം, 5 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ സങ്കടം, 5 വയസ്സുള്ളൊരു കുഞ്ഞ് ഭയന്ന് വിറച്ച് ശത്രുവിൻ്റെ മുമ്പിൽ കിടക്കുന്നത് പോലെ ഗലീല വിറച്ചിട്ട് അവൻ്റെ മനസ്സിൽ അവൻ്റെ ജീവിതം സംരക്ഷിക്കാൻ,
അവൻ്റെ ശരീരത്തിന് ഇനി ഒരു ദുഃഖവും സഹിക്കാൻ കഴിയാത്തവണ്ണം കൈകാലുകൾ ഒടിഞ്ഞു. ഒരു വിധത്തിലും അറേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥാവിശേഷം. എൻ്റെ തമ്പുരാനെ, ആ കുഞ്ഞിനെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സ് വിലപിച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സൊന്ന് വിടഞ്ഞിട്ടുണ്ട്. നിരപരാധിയായ കുഞ്ഞ്, നിഷ്കളങ്കനായ കുഞ്ഞ്, മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന കുഞ്ഞ്. ദാവീദിനോട് പറയുകയാണ്, തിരുമേനി എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ അങ്ങയുടെ മുമ്പിൽ ഒരു ചത്ത നായയാണ്. ജീവനുള്ള നായയാണെങ്കിൽ എഴുന്നേറ്റോടാമായിരുന്നു. അടിക്കുമ്പോഴും ഇടിക്കുമ്പോഴും മാറി നിൽക്കാമായിരുന്നു. ഇതിനൊന്നും എനിക്ക് സാധ്യമല്ല. ചത്ത നായ്ക്ക് ഇതൊന്നും സാധ്യമല്ലാത്തതുപോലെ എനിക്കൊന്നിനും സാധ്യമല്ല. എന്നോട് കരുണ കാണിക്കണം, എന്നോട് ദയവുണ്ടാകണം, എന്നെ ഉപദ്രവിക്കരുത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, എല്ലാം എന്ത് നല്ല പെരുമാറ്റമാണ് ദാവീദിൻ്റെ! എത്ര അനുഗ്രഹിക്കപ്പെട്ട സമീപനമാണ് ദാവീദിൻ്റെ! നമ്മൾ ചെയ്യുമോ? ഒരാൾ പരാജയം സമ്മതിച്ചാൽ, ഒരാളെ തൻ്റെ വീഴ്ച സമ്മതിച്ചാൽ, ഒരാൾ തൻ്റെ ബലഹീനത സമ്മതിച്ചാൽ നമ്മുടെ മനസ്സാക്ഷി അനുവദിക്കുമോ അവനോട് ക്ഷമിക്കാൻ? പലപ്പോഴും അപ്പോഴും നാം പൂർവ്വകാലത്തേക്ക് പോകും. അവൻ്റെ അപ്പൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അവൻ്റെ കുടുംബം എന്നോട് ദോഷം ചെയ്തിട്ടുണ്ട്, അവൻ്റെ വല്യാപ്പൻ എനിക്ക് ദോഷം ചെയ്തവനാണ്, അവൻ്റെ അനേക തലമുറ മുമ്പ് ദോഷമേ ചെയ്തിട്ടുള്ളൂ, ഇവൻ നാളെ വളർന്നാൽ ഇതേ ദോഷം ഇവനും ചെയ്യും, ഇവനെ വളരാൻ അനുവദിക്കരുത്, ജീവിക്കാൻ അനുവദിക്കരുത്, വിട്ടുവീഴ്ച ചെയ്യരുത്, ഇവനെ വെറുതെ വിടാൻ പാടില്ല. ഇതല്ലേ സത്യത്തിൽ നമ്മുടെയൊക്കെ മനസ്സാക്ഷി? ഓർക്കുക, തെറ്റുകൾ സമ്മതിക്കുമ്പോൾ, വീഴ്ചകൾ സമ്മതിക്കുമ്പോൾ ബലഹീനന്മാരോട് ദയവ് ചെയ്യണം ദൈവമക്കൾ. ദാവീദിൻ്റെ നല്ല പെരുമാറ്റം നോക്കുക. ദാവീദ് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് വളരെ ശബ്ദമുയർത്തിയിട്ട് ഭയന്ന് വിറച്ച് കിടക്കുന്ന മെഫീബോശത്തിനോട് പറയുന്നത്, മെഫീബോശത്തെ ഭയപ്പെടേണ്ട. അതാണ് നല്ല പെരുമാറ്റം. ഒരാൾ പ്രതിസന്ധി കിടക്കുമ്പോൾ, ഒരാൾ വീഴ്ചയിലായിരിക്കുമ്പോൾ, ഒരാൾ ബലഹീനതയിലായിരിക്കുമ്പോൾ ഭയപ്പെടേണ്ട. ധൈര്യം കൊടുക്കണം, ബലം കൊടുക്കണം, പ്രത്യാശ കൊടുക്കണം. ഇതാണ് ദൈവമക്കളുടെ ചുമതല. ധൈര്യമായിട്ടിരിക്കുക, ഭയപ്പെടേണ്ട. നിൻ്റെ അപ്പന് നഷ്ടപ്പെട്ടതൊക്കെ ഞാൻ നിനക്ക് തരും. എന്ത് നല്ല പെരുമാറ്റം! സ്നേഹ ഊഷ്മളമായിരിക്കുന്ന സമീപനം, ഒരു ദൈവദാസന് ചെയ്യാൻ പറ്റുന്ന അങ്ങേയറ്റത്തെ ശുശ്രൂഷ, നല്ല പെരുമാറ്റ രീതി, നല്ല സമയത്ത്. വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കണം, ദാഹിക്കുമ്പോൾ കുടിക്കാൻ കൊടുക്കണം, ശരണമില്ലാത്തപ്പോൾ ശരണം കൊടുക്കണം. അപ്പനായ യോനാഥാന് നഷ്ടപ്പെട്ടത് ഞാൻ നിനക്ക് തിരികെ തരും. എന്ത് നല്ല പെരുമാറ്റമാണ് പ്രിയപ്പെട്ടവരെ! നീ ഭയപ്പെടരുത്. വളരെ ശാന്തമായി മെഫീബോശത്തിനെ പൊക്കിയെടുത്തു. എനിക്ക് തോന്നുന്നത് അച്ചിങ്ങ പോലെ ആടുന്ന കാലുകൾ, വിളറി വിറഞ്ഞ മുഖം, കൈകളും കാലുകളും ഒടിഞ്ഞു കിടക്കുന്നത് കൊണ്ടും മുടന്തു പിടിച്ച് കിടക്കുന്നത് കൊണ്ടും ആലില പോലെ ആടുന്ന കുഞ്ഞ്, അച്ചിങ്ങ പോലെ ആടുന്ന ക്ഷീണിച്ച കൈകാലുകൾ. എൻ്റെ ദൈവമേ, ആ കുഞ്ഞിനെ മേശയുടെ രാജാവിൻ്റെ മേശയുടെ മുമ്പിലുള്ളതായിരിക്കുന്ന പുറകിലുള്ളതായ കസേരയിലിരുത്തി. എൻ്റെ ചിന്ത, ദാവീദിൻ്റെ മേശവിരി താഴോട്ട് എത്തിക്കിടക്കുകയാണ്. നിലം പറ്റക്കിടക്കുന്നു ദാവീദിൻ്റെ മേശയുടെ വിരി. പക്ഷേ മുമ്പിൽ നിന്ന് നോക്കുന്നവർ ആര് നോക്കിയാലും ഈ മെഫീബോശത്തിൻ്റെ മുടന്തുള്ള കാല് കാണുന്നില്ല. മെഫീബോശത്തിൻ്റെ വികൃതമായ ആ കാലുകൾ കാണുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അത് ദാവീദിൻ്റെ മേശവിരി ആ കാലിനെ മറച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സ്നേഹിത, നീ ഓർക്കുക, നീ എത്ര കൊടുമ്പാവിയായിരുന്നാലും, നീ ക്ഷമ ചോദിച്ചാൽ, നീ നിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ, നീ ദൈവത്തോട് നീ ആയിരിക്കുന്ന ബലഹീനതയെ സംസാരിച്ചാൽ, അവൻ്റെ രക്തത്താൽ നിൻ്റെ പാപം മറഞ്ഞു പോകും, നിൻ്റെ ബലഹീനത മറഞ്ഞു പോകും, നിൻ്റെ കുറവുകളില്ലാതെ ആയിത്തീരും. നിന്നെ അവൻ അനുഗ്രഹിക്കും. മോനെ മെഫീബോശത്തെ, ഭക്ഷണം കഴിക്കുക, നഷ്ടപ്പെട്ടതൊക്കെ തിരികെ കിട്ടും. ധൈര്യമായിട്ടിരിക്കുക. നല്ല പെരുമാറ്റം. ദൈവമക്കൾ ഓർക്കുക, നല്ല പെരുമാറ്റം നടത്തുമ്പോൾ അനുഗ്രഹം വേറെയാണ്. നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന രക്ഷ കാണണം. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നിവൃത്തിയുള്ളിടത്തോളം മറ്റുള്ളവനെ
ഏതെങ്കിലും വിധത്തിൽ നന്നായി സഹായിക്കാൻ സാധിക്കുക, ഏതെങ്കിലും വിധത്തിൽ നന്മ പെരുമാറാൻ സാധിക്കുക, ഏതെങ്കിലും വിധത്തിൽ അവനോട് നന്മ സുവിശേഷീകരിക്കാൻ സാധിക്കുക. വേണ്ട, ഒരു ബസ്സിൽ പോകുമ്പോഴെങ്കിലും തൊട്ടടുത്തിരിക്കുന്ന സീറ്റിൽപ്പെട്ടവനോട് ഒരു സെക്കൻഡെങ്കിലും നീ അറിഞ്ഞ കർത്താവിൻ്റെ വചനം അവനോട് സംസാരിക്കണം. നീ അറിഞ്ഞ ദൈവത്തിൻ്റെ വചനം അവനെ അറിയിക്കണം. ഒരു സെക്കൻഡ് കൊണ്ട് അവൻ്റെ ഹൃദയം നിനക്ക് പിടിച്ചെടുക്കാൻ പറ്റും. വിശക്കുന്നവനെ കാണുമ്പോൾ ഷെയർ ചെയ്യണം, പങ്കുവയ്ക്കണം. അവൻ്റെ ഹൃദയം നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവൻ നിന്നെ തിരിച്ചറിയും. നിന്നെ തിരിച്ചറിയുന്നത് മുഖാന്തരം നീ പ്രതിദാനം ചെയ്യുന്ന നിൻ്റെ ദൈവത്തെ തിരിച്ചറിയും, യേശുവിനെ തിരിച്ചറിയും. നിന്നെ ആരും കാണാൻ ആഗ്രഹിക്കണ്ട, നിൻ്റെ ഒരു കഴിവും വേണ്ട. മഹത്വമെല്ലാം ദൈവത്തിന് കൊടുക്കണം, മഹത്വമെല്ലാം അവങ്കിലെ ഏൽപ്പിക്കണം. പ്രിയപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇപ്പോഴും ഓർക്കുക, ഇപ്പോഴും ചിന്തിക്കുക, ഞാനല്ല, ദൈവമത്രേ എന്നിൽ പ്രവർത്തിക്കുന്നത്. ഈ ഒരു ചിന്തയുണ്ടായി നല്ല പെരുമാറ്റം നടത്താൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള എപ്പിസോഡിൽ പെരുമാറ്റ ദോഷം കൊണ്ട് സംഭവിച്ച പരാജയങ്ങൾ, കയ്യിലിരിപ്പ് കൊണ്ട് വാരിക്കൂട്ടിയ അപകടങ്ങൾ ഒത്തിരി വലുതാണെന്ന് പിന്നീട് പഠിച്ചെടുക്കണം. അതുകൊണ്ട് ജീവിക്കുമ്പോൾ പറ്റുന്നതുപോലെ നന്മ ചെയ്യാൻ സാധിക്കുക, ആരെയും മോശമായി പെരുമാറി വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. ചുരുക്കമായ ദിവസമല്ലേ ഉള്ളൂ നമുക്കിവിടെ. ദൈവമക്കൾ മനസ്സിലാക്കുക, ചിന്തിക്കുക, ദൈവമക്കൾ പഠിച്ചെടുക്കുക. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം, നന്നായി പെരുമാറാൻ സാധിക്കട്ടെ, നന്മ സുവിശേഷീകരിക്കാൻ നമുക്കിടയാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. Maria.